ഹലോ, അപ്പോൾ എല്ലാവർക്കും കോഡിംഗ് മലയാളത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു നമ്മുടെ നോർമൽ HTML CSS JavaScript ഒക്കെ പഠിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് എങ്ങനെ HTMLും CSSും JavaScriptും കുറച്ചും കൂടെ എളുപ്പത്തിലും പിന്നെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡിലും പഠിക്കാം എന്നുള്ളതാണ് ഈ ചാനലിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം മെയിനായിട്ട്. അപ്പോൾ എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ സിംഗപ്പൂരാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. സിംഗപ്പൂർ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന സാധനങ്ങളാണ് ആക്ച്വലി ഈ HTMLും CSSും JavaScriptും. വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ്, അതായത് നമ്മൾ ഒരാൾ ബ്രൗസ് ചെയ്യുമ്പോൾ അവർ കാണുന്ന ഭാഗം അതിൻ്റെ ഇൻട്രാക്ഷൻസും കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ് സ്കോപ്പ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കൂടെ തന്നെ അത് ആ ബേസിക് ഉണ്ടാക്കുന്ന HTMLും CSSും JavaScriptും കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ചില ടെക്നോളജികൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഗ് എന്ന് പറയുന്നത് HTMLൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ HTML റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോഡ് ഉപയോഗിച്ച് കൂടുതൽ HTML എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് പഗ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ പഗ്, സാസ് പോലുള്ള മറ്റു ലേറ്റസ്റ്റ് ടെക്നോളജികൾ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാമെന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. നമുക്ക് നമ്മുടെ വിൻഡോസിൽ കിട്ടുന്ന ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അതിനകത്ത് നമ്മുടെ അത്ര എളുപ്പമല്ല. കാര്യം അതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുന്ന കോഡ് അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ കിട്ടാം. ഏറ്റവും പുതിയ പല ലാംഗ്വേജുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഡ് എഡിറ്ററാണിത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കോഡ് എഡിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ഇതിനകത്ത് നമുക്ക് മാക്ക് ഉപയോഗിക്കുന്നവർക്ക് മാക്കിൻ്റെ വേർഷൻ, വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് വിൻഡോസിൻ്റെ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ലിനക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിനക്സിൻ്റെ വേർഷനും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ഏത് വേർഷനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ബേസിക്കലി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇങ്ങനൊരു വിൻഡോ ആണ്. ഞാനത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. അതൊന്നും നമ്മൾ ഇപ്പോൾ അങ്ങനെ അധികം ആരും പറയാറില്ല. HTML എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്. അപ്പോൾ HTML ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ എന്ത് കണ്ടൻറ് എഴുതിയാൽ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണിക്കണം, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഇമേജ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ കോഡ് ചെയ്യുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് നമ്മൾ ഭാഷ എഴുതുന്ന പോലെ കമ്പ്യൂട്ടറിനും ബ്രൗസറിനും മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ലാംഗ്വേജാണ് HTML. ഇനി CSS എന്ന് പറയുന്നത് അത് ഒരു സ്റ്റൈലിംഗ് ലാംഗ്വേജാണ്. അതായത് നമ്മളിപ്പം കുറേ HTML എഴുതി വെച്ചു. ഇപ്പോൾ ടൈറ്റിൽ ഇങ്ങനെ എഴുതി, ഒരു പാരഗ്രാഫ് എഴുതി, അതിനകത്തൊരു ഇമേജ് ഇട്ടു. ഇനി നമ്മൾ ഇപ്പോൾ ടൈറ്റിലിന് ഫോണ്ട് സൈസ് നമുക്ക് കുറച്ച് കൂട്ടണം. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CSS വഴിയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഈ HTMLൻ്റെ ടൈറ്റിൽ ടാഗിന് നമുക്ക് ഇത്ര ഫോണ്ട് സൈസ് വേണം, അതിന് ഈ കളറായിരിക്കണം, അല്ലെങ്കിൽ പാരഗ്രാഫ് സെൻറ്റർ അലൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പാരഗ്രാഫിൻ്റെ കളറ് മാറ്റണം, ഫോണ്ട് ഫാമിലി മാറ്റുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇമേജ് റൈറ്റ് സൈഡിൽ വരണം, ഇമേജ് ലെഫ്റ്റ് സൈഡിൽ വരണം, ഇമേജ് സെൻറ്ററിൽ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ
നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ സംഭവിക്കുക, എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ നടക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സാധനം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെർവറിലേക്ക് സെൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ ആക്ഷൻസും മറ്റ് ഇൻട്രാക്ഷൻസും കോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ആദ്യമായി ഒരു HTML ഫയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+S കൊടുക്കുമ്പോൾ സേവ് ആവും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഫയലിനെ index.html എന്ന് സേവ് ചെയ്യുക. ഈ പേര് എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ, ഇൻഡെക്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ എല്ലാവരും കോഡിങ്ങിന് തുടങ്ങുമ്പം HTML പേജസ് ഇപ്പം നിങ്ങളൊരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഒരു ഫോൾഡറിനകത്താണ് ഈ ഫയൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ ഡിഫോൾട്ടായിട്ട് അത് സെർച്ച് ചെയ്യുന്ന ഫയലിൻ്റെ പേരാണ് index.html. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് എന്നിടുന്നത്. നിങ്ങൾക്ക് വേറെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ akhil.html എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ ഈ ഫയൽ സേവ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ ഓപ്പൺ ആയി നമുക്കത് കാണാൻ പറ്റും. അപ്പം index.html എന്ന് ഞാൻ പേര് കൊടുത്തു, ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ index.html ആയിട്ട് വന്നിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ടാഗ് എഴുതി നോക്കാം. അപ്പം പല ടൈപ്പിലുള്ള ടാഗുകളുണ്ട്. H എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഹെഡിങ്ങിന് വേണ്ടിയാണ്. H1 മുതൽ 6 വരെയുള്ള ടാഗുകളുണ്ട്. എല്ലാ ടാഗുകളും ഞാൻ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നതല്ല. നമുക്ക് അതിനുള്ള വെബ്സൈറ്റിൽ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒരു റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡിലാണ് എല്ലാം നടക്കുന്നത്. ഞാനിതൊന്നും എങ്ങും പോയി പഠിച്ചിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് H1 എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ കോഡ് എഡിറ്റർ ഉപയോഗിച്ചതിൻ്റെ ഗുണമാണ്, ഞാൻ H1 എന്ന് അടിച്ചപ്പോൾ തന്നെ ആ ടാഗിൻ്റെ സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എൻ്റർ അടിച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ക്ലോസിങ് ടാഗും വന്നിട്ടുണ്ട്. ഇതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജ് എഴുതുന്നതിന് ഒരു രീതിയുണ്ട്, ആ രീതിയെ പറയുന്ന പേരാണ് സിൻടാക്സ്. ഇപ്പം നമ്മൾ ഇതൊരു ടാഗ് ആണെന്ന് ബ്രൗസറിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സൈൻ അപ്പുറവും ഇപ്പുറവും ഇടുന്നത്. അതിന് ഈ ലെസ് ദാൻ സൈനിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു / ഇട്ട് കഴിഞ്ഞാൽ, ഫോർവേഡ് / ഇട്ട് കഴിഞ്ഞാൽ അത് ആ ടാഗ് ക്ലോസ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ ടാഗിനകത്ത് എന്ത് കണ്ടൻറ്റ് നിങ്ങൾ എഴുതിയാലും അതിന് ഈ ടാഗിന് എന്ത് പ്രോപ്പർട്ടി ആണോ ഉള്ളത് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തായിരിക്കും ബ്രൗസർ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഏത് പ്രോഗ്രാമറും ആദ്യമായി എഴുതുന്ന പ്രോഗ്രാമിനകത്ത് എഴുതുന്ന ഒരു ഡയലോഗാണ് ഹലോ വേൾഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹലോ വേൾഡ് തന്നെ ഉപയോഗിക്കാം. ഞാനും ഹലോ വേൾഡ് തന്നെ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഹലോ വേൾഡ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് കോഡ്. ഇത് എഴുതുക, എന്നിട്ട് സേവ് ചെയ്യുക. ഫയൽ സേവ് കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+S Command+S കൊടുക്കുമ്പോൾ സേവ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ആ ഫയൽ ഡെസ്ക്ടോപ്പിൽ പോയി സെലക്ട് ചെയ്യുക. index.html എന്ന ഫയൽ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ ഓപ്പൺ ആവും. കണ്ടോ, നമ്മൾ എഴുതിയ കോഡ് അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി, കാണാൻ പറ്റുന്നുണ്ട്. വലുതാക്കി കാണിച്ചതാണ്, സൂം ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൂം ചെയ്തതാണ്. അപ്പോൾ ബേസിക്കലി HTML എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ ഒരുപാട് ടാഗുകളുണ്ട്. w3 schools എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ ബേസിക് മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേൺ HTML എന്ന് പറഞ്ഞ ടാഗുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടാഗുകൾ എന്നെല്ലാം പഠിക്കാൻ പറ്റും. ബേസിക് HTML എലമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ H1 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗാണ്, P എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗാണ്, BR എന്ന് പറയുന്നത് ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി, ലൈൻ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് BR എന്ന് പറയുന്ന ടാഗ്. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാൻ പറ്റും. എന്നാലും സാമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിപ്പം
ഇത് നമ്മൾ ജസ്റ്റ് HTML തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു HTML വെബ് പേജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഉണ്ട്. അതിന് നമ്മൾ ഡോക് ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഡിഫോൾട്ടായിട്ട് എംഎറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ആഡായിട്ടാണ് വരുന്നത്. ആ പ്ലഗിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 2-3 അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന കോഡ് കുറച്ചുകൂടെ എളുപ്പത്തിൽ റെൻഡർ ചെയ്ത് തരും. അത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഡോക്ക് എന്നടിക്കുമ്പോൾ തന്നെ എനിക്കൊരു HTML ഡോക്യുമെൻറ്റിന് വേണ്ടുന്ന ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഓൾറെഡി അത് റെൻഡർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏത് HTML പേജ് തുടങ്ങിയാലും അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു HTML ടാഗിലായിരിക്കും. HTMLും ഈ ലാങ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. എല്ലാ ടാഗിനും ഇതേപോലെ പല ടൈപ്പ് ആട്രിബ്യൂട്ടുകളാണ്. ഇപ്പം ലാങ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, നെയിം ഒരു ആട്രിബ്യൂട്ടാണ്, കണ്ടൻറ് ഒരു ആട്രിബ്യൂട്ടാണ്, HTTP ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. ഇങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ടുകൾ പല ടാഗുകൾക്കും പല ആട്രിബ്യൂട്ടുകളായിരിക്കും വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഓരോ വെബ്സൈറ്റുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ അറിവ് വരുന്നത്. കുറേയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം HTML എന്ന് പറയുന്ന ടാഗ് നമ്മൾ എന്ത് കോഡ് ചെയ്യുന്നോ അതെല്ലാം ഈ HTML ടാഗിനകത്ത് ആണ് റാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ HTML ടാഗ് തുടങ്ങുന്നത് ആ ലൈനിൻ്റെ ആദ്യവും എൻഡ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ കണ്ടൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി ഹെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ HTMLനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള ടാഗുകളാണ്. ഈ ടാഗ് ബ്രൗസറിൽ പ്രിൻ്റ് ചെയ്ത് വരില്ല. ഇത് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് ദിസ് ഈസ് എ ടെസ്റ്റ് ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് നേരത്തെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചോ? എൻ്റെ ഈ മൗസ് ഇരിക്കുന്നത് നമ്മൾ എല്ലാ വെബ്സൈറ്റിൻ്റെയും പേര് കാണുന്നത് ഈ ഭാഗത്താണ്. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയുടെ ആണെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് കാണുന്നത് കണ്ടോ, അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ HTML എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കാണുന്നത്. ഇതാണ് ടൈറ്റിൽ ടാഗ്. അപ്പോൾ ടൈറ്റിൽ കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടൈറ്റിൽ ടാഗ്. ഇത് ഹെഡ് എന്ന് പറയുന്ന ഇതിനകത്ത് റാപ്പ് ചെയ്ത് മാത്രമേ നമ്മൾ ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കാറുള്ളൂ. ബോഡിക്കകത്ത് നമ്മൾ ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കാറില്ല. ഇത് നമ്മൾ വെബ്സൈറ്റിൽ ഇത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധനമല്ല, അതുകൊണ്ടാണ് ഇത് അവിടെ ഇടാത്തത്. ഇനി നമ്മൾ ഭാവിയിൽ CSS ഫയൽസും ജാവാസ്ക്രിപ്റ്റ് ഫയൽസും മറ്റും ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ അത് ആഡ് ചെയ്യുന്നതും ഹെഡ് ടാഗിനകത്താണ്. ഇനി ബോഡി എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ എന്ത് കണ്ടൻറ്റ് വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നോ ആ കണ്ടൻറ്റ് എല്ലാം ഇടാൻ പോകുന്നത് ബോഡി എന്ന് പറയുന്ന ടാഗിനകത്താണ്. ഇപ്പോൾ നമ്മളൊരു പേജ് എഴുതുകയാണ് H1. ഇത് ആ എംഎറ്റ് എന്ന് പറഞ്ഞ ടൂളിൻ്റെ ഉപയോഗമാണിത്. ഇപ്പം ഞാൻ ഈ ക്ലോസിങ്ങും ഈ സാധനങ്ങളൊന്നും ഇടാതെ തന്നെ എനിക്ക് ജസ്റ്റ് ഞാൻ H1 എന്ന് എഴുതുമ്പോൾ ആ ടാഗ് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സാധനം റെൻഡർ ചെയ്യും. ഇപ്പോൾ H1-നകത്ത് ഞാൻ ദിസ് ഈസ് എ സാമ്പിൾ ടൈറ്റിൽ, ഈ പാരഗ്രാഫ് ടാഗ് P എന്ന് പറയുന്നതാണ് പാരഗ്രാഫ് ടാഗ്. ഒരുവിധം എല്ലാവർക്കും എളുപ്പമാണ്. നമ്മൾ എനിക്കൊന്ന് 10 വരെ പഠിച്ച IT-യിൽ ബേസിക് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാലും അത് ഓർമ്മയില്ലാത്തവർക്കും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് റാൻഡം ടെക്സ്റ്റ്, ദിസ് ഈസ് എ റാൻഡം പാരഗ്രാഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോറം ഇപ്സം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എംഎറ്റ് തന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് വേർഡ് എൻ്റർ ചെയ്ത് തരും. ഇത് നമ്മൾ ചുമ്മാ ടെസ്റ്റിങ്ങിനും പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടെക്സ്റ്റ് ഇട്ട് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ P എന്ന് പറയുന്ന ടാഗായി. ഇപ്പോൾ നമ്മൾ പോയി ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച പാരഗ്രാഫും മറ്റ് സാധനങ്ങളെല്ലാം അതിനകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നീട് ഇനി ഇതേപോലെ ഇമേജ് ടാഗ് ഉണ്ട്. ഇമേജ് ടാഗ് ആകുമ്പോൾ ഇമേജിന് സോഴ്സ് SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇമേജ് ക്ലോസ് ചെയ്യുക. ഇതിൽ നമ്മൾ ഇമേജിൻ്റെ പാത്ത് ഏതാണോ ആ പാത്ത് ഇപ്പം നമുക്കൊരു സാമ്പിൾ .jpeg എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിപ്പം ഒന്നും കാണിക്കില്ല. കാര്യം നമ്മുടെ കയ്യിൽ JPEG ഫയലിൻ്റെ സാമ്പിൾ .jpeg എന്ന് പറയുന്ന ഒരു ഫയൽ
നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാണില്ല. നമുക്കിപ്പോൾ ഒരു റാൻഡം ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. സേവ് ആസ്. നമ്മൾ ഡെസ്ക്ടോപ്പിൽ സാമ്പിൾ എന്ന് സേവ് ചെയ്യുക. അപ്പം sample.jpg എന്നാണ് ഫയലിൻ്റെ പേര് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ JPG ആണ് എക്സ്റ്റൻഷനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ ഫയൽ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പോൾ sample.jpg എന്ന് ഇട്ടു. ഇനി നമ്മൾ തിരിച്ച് ബ്രൗസറിൽ മറ്റേ പേജിൽ പോയി വീണ്ടും റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ആ ഇമേജ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ബേസിക് HTML എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തുള്ള ടാഗുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ w3c.com പോയി ഇപ്പോൾ ഹെഡിങ്സ്, പാരഗ്രാഫ്സ്, അങ്ങനത്തെ ടാഗുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഗൂഗിൾ HTML ടാഗ്സ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം HTML ടാഗുകളും അതിൻ്റെ ഡെഫിനിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ടാഗുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ പഠിക്കാം. തൽക്കാലം ഇത് ഒരുപാട് ഞാൻ ലോങ് ആക്കുന്നില്ല. നമ്മൾ ബേസിക് ഒരു HTML പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് പഠിച്ചത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് CSS സ്റ്റൈലിംഗ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എപ്പിസോഡുകൾക്കായിട്ട് വീണ്ടും ഞാൻ പുതിയ എപ്പിസോഡുകളും മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡിങ് ചലഞ്ചുകളുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അറിയത്തില്ല. അപ്പം എൻ്റെ കൂടെ ഈ എപ്പിസോഡുകൾ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്കും എൻഡ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനും മേ ബി ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാ കമൻസിനും അതിന് പറ്റിയ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.